KSCF കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വടവന്നൂർ യൂണിറ്റ് സൗഹൃദ സംവാദ സദസ്സ് പല്ലാവൂർ ചിന്മയ വിദ്യാലയ വിദ്യാർത്ഥികളുമായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വടവന്നൂർ സ്നേഹവീട് അതിന് നമ്മൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ കുറേ ടീച്ചർമാരും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ആ ആക്ടിവിറ്റീസ്, അവിടുത്തെ ആ പരിപാടികൾ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം. അതിൻ്റെ കൂടെ തന്നെ ആ കുട്ടികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു പുതിയ തലമുറയും പഴയ 60 മേലെ പ്രായം ചെന്ന ആളുകളുടെ ആ ഒരു അവരുടെ ജീവിത രീതി, അവരുടെ കഴിഞ്ഞുപോയ കാലങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു സംവാദം, നല്ലൊരു രീതിയിലുള്ള സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിക്കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഈ വിധ സംഭവങ്ങൾ നമ്മൾ ഇവിടുത്തെ വയോജനങ്ങൾ വരുന്നവർക്കെല്ലാം ആരോഗ്യ പരിപാലനത്തിനായിട്ടുള്ള അവരുടെ വ്യായാമങ്ങൾക്കായിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്തിരുന്നു. അതിനൊരു ഷെൽട്ടർ വേണമെന്ന് നമ്മൾ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ കാലമായി. എങ്കിലും അതൊന്നും നടന്നു കണ്ടില്ല. ഇനി അത് അധികം വൈകാതെ തന്നെ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അവരൊന്നത് വേഗം നടത്തിത്തരുവാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം പാഴ്ചെലവുകളാകും, ഇതെല്ലാം തുരുമ്പ് പിടിച്ചു പോകും. അതുകൊണ്ട് അധികൃതർ കൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ഇന്നത്തെ അതിഥികൾ, അതായത് പല്ലാവൂരിലെ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികളും ടീച്ചർമാരൊക്കെ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10:45 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം അന്തേവാസികളുമൊക്കെ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഓരോരുത്തരായി മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അല്പസമയം കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നിറയെ ജനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ആരും വന്നു തുടങ്ങിയിട്ടില്ല. 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്നേഹവീടാണ് വടവന്നൂർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ പുതുമ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെയൊരു സംഭവം, ഒരു മെനു ലിസ്റ്റ്, എന്തെല്ലാമാണ് ഏതെല്ലാം ദിവസങ്ങളിൽ ഇവിടെ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ചോറ്, കറി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം, ഇന്നന്ന ദിവസങ്ങളിൽ ഇന്നന്ന സംഭവങ്ങൾ. അത് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വലിയൊരു ഗ്യാതറിങ്, വലിയൊരു ജനക്കൂട്ടമൊക്കെ വരുമ്പോൾ വെളിയിൽ നിന്നും ഓർഡർ ചെയ്യുകയാണ് പതിവ്. ആളുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ചിലരിതാ പ്ലാവിൻ്റെ ഇലകൾ കുറേയേറെ പറിക്കുകയാണ്. ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മുടെ സ്നേഹവീട് സന്ദർശിക്കുന്നവർക്ക് നമ്മളാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ ഇത്തവണ ചിന്മയ സ്കൂളിലെ അധികൃതർ അവർ പറഞ്ഞു, അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. കർക്കിടക മാസമല്ലേ, നമ്മൾ കർക്കിടക കഞ്ഞി, ഒരു ഔഷധ കഞ്ഞിയാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഔഷധ കഞ്ഞി കുടിക്കുന്നതിനുള്ള ആ പ്ലാവില കൊണ്ടുള്ള ആ പഴയ ഒരു സിസ്റ്റം തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മളുടെ ചില ആളുകളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച ഒരു സംഭവമാണ്. പ്ലാവില കുമ്പിൾ കുത്തി നമ്മൾക്ക് അതുകൊണ്ട് കഞ്ഞി കുടിക്കാമെന്നൊക്കെ. കാരണം ഒരുപക്ഷെ ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് ഇതും അവർക്ക് അറിയാത്ത ഒരു സംഗതിയായിരിക്കാം, ഈ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നതെല്ലാം. സ്നേഹവീട്ടിൽ സ്ഥിരമായി വരാനുള്ള അംഗങ്ങളെല്ലാം ഒറ്റയ്ക്കും അതേമാതിരി കൂട്ടമായും കാറിലും ബൈക്കിലുമൊക്കെയായി വന്നു തുടങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ അതിഥികൾ എത്താൻ ഇനിയും ഒരുപാട് സമയം നമ്മൾക്ക് ഇവിടെയുണ്ട്. അതിനു മുമ്പായി തന്നെ നമ്മൾക്ക് ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്ഷണം അവർ കൊണ്ടുവരികയാണ്. കഞ്ഞിയും പയറും അത്തരം സംഗതികളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ഒരുക്കണ്ടേ എന്ന് വെച്ച് ഒരു മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ പായസം ഒന്ന് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കിലൊക്കെയാണ് കുറച്ച് പേർ. അതിഥികളൊന്നും വന്നിട്ടില്ല. പക്ഷേ മറ്റുള്ള അംഗങ്ങളൊക്കെ, നമ്മളുടെ മെമ്പേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിഥികളെ വെയിറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അവർ 10:30 10:45 ഉള്ളിലാണ് അവർ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇന്ന് നമ്മൾക്ക് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കഞ്ഞിയും പുഴുക്കും അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ അതിനൊരു സ്വീറ്റ് അവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാൽപ്പായസം, സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അതിഥികളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മറ്റൊരു അതിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രതിനിധി ശ്രീധർ സാർ, അദ്ദേഹം ചെറിയ കുട്ടികളുടെയും വലിയ മുതിർന്നവരുടെയും തമ്മിൽ ഉള്ള ഒരു അന്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എങ്ങനെ കുട്ടികളെ, നമ്മൾ മുതിർന്നവർ എങ്ങനെ മനസ്സിലാക്കി പെരുമാറണം, ഇല്ലെങ്കിൽ മുതിർന്നവരോട് കുട്ടികൾക്കുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു ക്ലാസ് തരികയുണ്ടായി. അതേപോലെ സ്നേഹ വീട്ടിലെ അംഗങ്ങളായിട്ടുള്ള പ്രീത ടീച്ചർ,
സത്യഭാമ ചേച്ചി എന്നിവരുടെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ അതിഥികൾ വന്നിരിക്കുകയാണ് സ്കൂളിൽ നിന്ന്, ചിന്മയ പല്ലാവൂർ. അവർ നമ്മളുടെ ഇന്നത്തെ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത്, ചിന്മയത്തെ കുട്ടികൾ. ചിന്മയിലത്തെ അധ്യാപകരെയൊക്കെ ആനയിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മളുടെ മുതിർന്ന അംഗങ്ങളെല്ലാം തന്നെ പോയി അവരെ ആനയിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി അവരുടെ കുട്ടികൾ, ആ കുട്ടികൾക്കൊക്കെ വേണ്ട ആ ഒരു സ്നാക്സും, അതേമാതിരി തന്നെ മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ചുക്ക് കാപ്പിയാണ് അവർക്കെല്ലാം ഒരു വെൽക്കം ഡ്രിങ്കായി കൊടുത്തത്. അപ്പോൾ നമ്മളുടെ അതിഥികളും ആതിഥേയരും എല്ലാം കൂടെ ഹാള് നിറഞ്ഞു കവിഞ്ഞു. എല്ലാവരും എത്തി. വെളിയിലും കുറച്ച് ആൾക്കാരുണ്ട്. സ്കൂളിൽ നിന്നും കിട്ടിയ പരിശീലനം ആണോ എന്നറിയില്ല, കുട്ടികളെല്ലാം തന്നെ വളരെ നിശബ്ദരും അവരെല്ലാം വളരെ ഒരു പക്വത വന്നതുമാതിരിയുള്ള ഒരു പെരുമാറ്റം, വളരെ മൃദുവായിട്ടുള്ള ചെറിയ അച്ചടക്കമുള്ള ചെറിയ ശബ്ദത്തിലുള്ള സംസാര രീതികൾ, വളരെ മര്യാദപൂർവ്വമുള്ള പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ അവരുടെ ഒരു പ്രത്യേകതയായി തോന്നി. അതിന് ആ സ്കൂളിലെ ടീച്ചർമാർക്കും ഒരു അഭിനന്ദനം അവർക്കും നൽകുകയാണ്. ഏതെങ്കിലും പരിപാടികൾ തുടങ്ങുമ്പോൾ സാധാരണ സ്നേഹവീട്ടിലെ ഏതെങ്കിലും അംഗങ്ങൾ തന്നെയാണ് പ്രാർത്ഥന ചൊല്ലാറ്. പക്ഷേ ഇത്തവണ വന്ന അതിഥികളിലെ ആ ചെറിയ കുട്ടികളുടെ പ്രാർത്ഥനയാണ്. പാട്ടുകൾ, പ്രഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഡാൻസുകൾ, നൃത്തങ്ങൾ, ഇതെല്ലാം കൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് ചിന്മയിലെ കുട്ടികൾ നമ്മൾക്ക് സമ്മാനിച്ചത്. ഇതിനിടയിലും ചിലരെല്ലാം വ്യായാമത്തിനായി സമയം കണ്ടെത്തുന്നു. സ്നേഹവീട്ടിനെ പ്രതിനിധീകരിച്ച് ഉദുമാൻ സാറ്, അതേമാതിരി ശങ്കരേട്ടൻ, അതേമാതിരി പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തിൻ്റെ പ്രതിനിധി, ഇവരെല്ലാം തന്നെ വന്ന കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടു. ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദം, നല്ല രസകരമായിരുന്ന കാഴ്ചകൾ എല്ലാം നന്നായിരുന്നു. കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് ജനഗണമന ചൊല്ലി നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ നിർത്തുകയാണ്. അത് കഴിഞ്ഞ് ഇനി ഊണ് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിഥികൾ തന്നെ നമ്മൾക്കായി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കഞ്ഞിയും പയറുമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും പിരിയുന്നതാണ്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾക്ക് ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ഭക്ഷണം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഉദ്ദേശം. എന്നാൽ അവരിൽ മിക്കവരും വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുവന്ന് സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ സ്കൂളിൽ പോയി അത് കഴിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മിക്കവരും ഇവിടെ നിന്നും നമ്മളോടൊപ്പം ഇരുന്ന് കഴിച്ചില്ല എന്നൊരു സങ്കടം അപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മളുടെ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റൊക്കെ നമുക്ക് ഇന്ന് നമ്മളുടെ അതിഥികൾ, നമ്മളുടെ ചിന്മയിൽ നിന്ന് വന്ന അതിഥികൾ അവരുടെ ചിന്മയുടെ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ പ്ലേറ്റുകളൊക്കെ. 25 പ്ലേറ്റുകളും 25 ഗ്ലാസുകളും. വന്ന അതിഥികളിൽ കുറച്ച് പേർ നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ആ മധുരം, ആ ഒരു സേമിയ പായസം അവരെല്ലാവരും തന്നെ വളരെ ആസ്വദിച്ച് അത് കഴിച്ചു. അതിൽ നമ്മൾക്കും സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്നേഹ വീട്ടിലെ കാര്യപരിപാടികളും അതിനുശേഷമുള്ള ഭക്ഷണവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വന്ന അംഗങ്ങളെല്ലാം തന്നെ ഓരോരുത്തരായും കൂട്ടമായും ഒക്കെ വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്നേഹവീട് എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ നമ്മളോടൊപ്പം ചേരുകയും നമ്മൾക്കെല്ലാം ഇന്നത്തെ ആഹാരം തയ്യാറാക്കുകയും ചെയ്ത പല്ലാവൂർ ചിന്മയയ്ക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.